അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ആദ്യമായ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്ത് നമ്മളൊക്കെ റമളാനിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹു നമ്മുടെ റമളാനിനെ സ്വീകരിക്കട്ടെ. ഈ ഒരു സമയത്ത് പിറ കണ്ടു എന്ന വിശ്വാസയോഗ്യമായ വിവരം നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും പരിപാവനമായ റമളാനിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ റമളാനിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പിറ കണ്ടു എന്ന ഈ വിവരം കിട്ടിയാൽ നമ്മൾ പറയേണ്ട സുപ്രധാനപ്പെട്ട ദിക്റുകളിൽ ഒന്നാണ്, ദുആകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഈ ദുആ. എല്ലാ ഉമ്മമാരും ഉപ്പമാരും ഒറ്റ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചൊല്ലുക. അതിശ്രേഷ്ഠമാണ്. ഇനിയുള്ള ഈ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ കാവലും എല്ലാവിധ സഹായവും എല്ലാവിധ റഹ്മത്തും ബറക്കത്തും കിട്ടാൻ ഈ ഒരു ദുആ കാരണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ക്രീനിൽ കാണാം. എല്ലാവരും ഒന്നിച്ചു പറയുക അൽഹംദുലില്ലാ എന്ന് നമ്മൾ ആദ്യം പറയണം. കാരണം റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. എത്രയോ ആളുകൾക്ക് റമളാൻ കിട്ടാതെ പോയി, നമുക്ക് റമളാൻ കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞില്ലേ? ഒന്നുകൂടി നിങ്ങൾക്ക് ആവർത്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. അല്ലാഹു തആല നമ്മുടെ ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മാസം മുഴുവനും നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. നമ്മളൊക്കെ ഇനി തറാവീഹ് നമസ്കാരത്തിലേക്കും മറ്റ് ഇബാദത്തുകളിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പരിശുദ്ധമായ റമളാനിലെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒരുപാടുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലം. ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റ് ദിവസങ്ങളിൽ പറയുന്നതിനേക്കാൾ 70, 700, 7000 ഒക്കെ ഇരട്ടിയാക്കി അള്ളാഹു ഉദ്ദേശിച്ചാൽ തരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും പരിപാവനമായ റമളാനെ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്റുകളിലൂടെ മറ്റ് തസ്ബീഹുകളിലൂടെ സ്വലാത്തിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. അള്ളാഹു തആല നമ്മുടെ ഈ ദിക്റിൻ്റെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. റമളാനിൽ നമ്മൾ പറയുന്ന ഈ ഓരോ ദിക്റിനും ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുമാറാവട്ടെ. അവസാനം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞിട്ട് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ദുആ പറയുമ്പോൾ എന്തെല്ലാം ബറക്കത്തുകളുണ്ടോ അത് മുഴുവനും അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇപ്പോൾ തറാവീഹുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്ന സമയമാണ്. തറാവീഹിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു, മറ്റ് ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കറിയാമല്ലോ, ഒരു ദിക്ർ പറഞ്ഞാൽ 70 ദിക്റാണ്. ഒരു സുബ്ഹാനല്ലാഹ് 70 സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് 70 അൽഹംദുലില്ലാഹ് നമുക്ക് പറഞ്ഞാൽ കിട്ടുന്ന അതിശ്രേഷ്ഠമായ മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാനിൻ്റെ രാത്രിയിലും പകലിലുമൊക്കെ നമ്മൾ പറയേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. ഈ ദിക്റിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കിയാലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം. അസ്അലുക്കൽ ജന്ന, നീ എന്നെ സ്വർഗത്തിൽ കടത്തണം. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥമുള്ള ഈ ഒരു ദിക്ർ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല, എത്ര പറഞ്ഞാലും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ഇനി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ തരണയല്ല എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ്, ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ദുആയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ 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 اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ 10
റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണം, എനിക്ക് മാപ്പ്, എൻ്റെ പശ്ചാത്താപം, എൻ്റെ തൗബ നീ സ്വീകരിക്കണമെന്നർത്ഥം വരുന്ന ആ ഒരു ദിക്റാണ്. നമ്മളത് 2ാമത്തെ 10-ൽ മാത്രം പറയേണ്ട ദിക്ർ അങ്ങനെയല്ല. ഇത് 1ാമത്തെ 10-ൽ നമുക്ക് പറയാം. പിന്നെ ഈ 1ാമത്തെ 10-ൽ പറഞ്ഞ അല്ലാഹുമ്മ റഹംനി അത് 2ാമത്തെ 10-ലും പറയാം. ഈ ദിക്റുകളൊക്കെ എല്ലാ സമയത്തും പറയാവുന്നതാണ്. അപ്പോൾ 2ാമത്തെ 10 ദിനങ്ങളിൽ നമ്മൾ പറയേണ്ട ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ പറയുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. 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 3ാമത്തെ 10-ൽ നമ്മൾ പറയുന്ന 2 ദിക്റുകളുണ്ട്. 3ാമത്തെ 10-ൽ നമ്മൾ പറയുന്ന 2 ദിക്റുകൾ. ആ ദിക്റുകൾ നമുക്ക് 1ാമത്തെ 10-ലും പറയാം, 2ാമത്തെ 10 ദിനങ്ങളിലും പറയാം. അതിശ്രേഷ്ഠമായ ദിക്റുകളാണ്. ഒന്നാമതായി നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്റാണ്. ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടി പറയണം. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ എന്നാണ് ആ ദിക്റിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് കുറച്ച് പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുവിൻ്റെ മാപ്പ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو تحب العفو
العفو فاعف عني اللهم إنك عفو تحب 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 العفو فاعف عني അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമദാനിൻ്റെ എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്നും കാവൽ ചോദിക്കണം. അതിന് പറ്റിയ ഒരു ദിക്ർ മൂന്നാമത്തെ പത്തിൽ നമ്മൾ പറയാറുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിക്കണം. അള്ളാഹുവേ, സുഖലോല സ്വർഗത്തിൽ നീ എന്നെ കടത്തണം എന്നർത്ഥം വരുന്ന ആ ഒരു ദിക്ർ ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. ഇനി പരിശുദ്ധമായ റമദാൻ അള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് എന്തു പറയണം? നമ്മെപ്പറ്റി നല്ലത് പറയണം.
അള്ളാഹുവേ, ഇന്നാലിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ ചെന്നിട്ട് അയാൾ എന്നെ സ്വീകരിച്ചു, അയാൾ എന്നെ തൃപ്തിപ്പെടുത്തിയെന്ന് റമളാൻ നമ്മളെ പറ്റി പറയണം. അതിന് റമളാനിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദുആയും ചെയ്യണം. ഏതാണ് ദുആ? റമളാൻ നമുക്ക് അനുകൂലമാവാനുള്ള ഒരു ദുആയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നിച്ച് പറയുകയാണ്. ഈ ദുആ നിങ്ങളുടെ സാധാരണ ദുആകളിലും അതല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈന. ഇതാണ് ആ ദുആ. കേൾക്കുമ്പോൾ അല്പം വലുതായിട്ട് തോന്നുമെങ്കിലും പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ റമളാൻ നിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾക്ക് തെളിവാക്കണം. റമളാൻ ഞങ്ങൾക്കൊരു തെളിവാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമാക്കണം. ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു റമളാനാക്കി ഞങ്ങളുടെ ഈ റമളാനിനെ നീ മാറ്റരുത് എന്നാണ് ഏകദേശം ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകളുണ്ട്. അള്ളാഹുവിന് എല്ലാ ഇസ്മുകളും ഇഷ്ടമാണ്. പല ആളുകൾക്കും പല ഇഷ്ടപ്പേരുകളുണ്ടാവും. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രണ്ട് ഇസ്മുകൾ നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? ഈ റമളാനിൽ നമ്മൾ പറഞ്ഞിട്ട് വേണം ദുആ ഇറക്കാൻ. ഏതാണ് ആ ഇസ്മുകൾ? യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا رحمن يا الله 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 يا رحيم يا الله
യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദിക്റുകൾ പറയണം, തസ്ബീഹുകൾ പറയണം. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും മറന്നു പോകരുത്. സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 അല്ല, 2 അല്ല, 3 അല്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു ദവാമിയ എന്നും അതുപോലെ തന്നെ സ്വലാത്തു തഖ്റാർ എന്നും പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആരക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മളോട് ഫോണിൽ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട്, അവർ നേരിട്ട് കണ്ട് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ഒരുപാട് പേരാണ് ഉസ്താദെ ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാരണത്താൽ എല്ലാവർക്കും കൂടി മൊത്തത്തിൽ നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിൻ്റെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. أرحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ സുന്ദരമായ പവിത്രമായ പരിപാവനമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈ റമളാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും ഈ റമളാൻ നാളെ നിന്റെ അടുക്കൽ വന്നിട്ട് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ റമളാനിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് ദിക്ർ പറയുന്നു, സ്വലാത്ത് പറയുന്നു, തസ്ബീഹ് പറയുന്നു, നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, അതുപോലെ നോമ്പ് പിടിക്കുന്നു, ഒരുപാട് ഖുർആൻ ഓതുന്നു, സ്വതക്ക നടത്തുന്നു, ഇഫ്താർ പരിപാടികൾ നടത്തുന്നു. അല്ലാഹുവേ, എല്ലാ സൽക്കർമ്മവും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമളാൻ എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ ഓരോ ദിവസവും റബ്ബേ ഒരുപാട് പേര് ഞങ്ങളോട് ദുആ വസിയത്ത് നടത്തുക. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രയാസങ്ങൾ രോഗങ്ങൾ നീ മാറ്റി എല്ലാവിധത്തുള്ള സിഹത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണല്ലോ. മരുന്നില്ലാത്ത പേരില്ലാത്ത രോഗങ്ങൾ പിടിക്കുന്ന കാലമാണ്. അല്ലാഹു, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആർക്കെങ്കിലും ക്യാൻസർ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രെയിൻ ട്യൂമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കരളിന് പ്രശ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ അല്ലാഹുവേ. എന്തൊക്കെ രോഗങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളെ തൊട്ടും ആരെല്ലാം ദുആ അരക്കാൻ പറഞ്ഞു അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുപാട് ബന്ധുമിത്രാദികൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ്. പലതും കഴിഞ്ഞുപോയി, പലതും വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകൾക്കും ഞങ്ങളുടെ മക്കൾക്ക് നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എഴുതുന്ന പരീക്ഷകൾ അല്ലാഹുവേ റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പല ആവശ്യങ്ങൾ പറഞ്ഞവരാണ്. അല്ലാഹുവെ പടച്ചവനെ, അവർക്ക് നീ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നവരാണ്. അല്ലാഹുവെ, അവരുടെ വീട് പണി നീ വേഗത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ വിനീതനുൾപ്പെടെ ഒരുപാട് പേരുടെ വീട് പണി നടക്കുകയാണ്. എല്ലാം നീ റാഹത്തിലും ഇസ്സത്തിലും ആക്കണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഒരുപാട് സഹോദരിമാർ
ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധമായ റമളാനിൻ്റെ ഹക്ക് കൊണ്ട്, അല്ലാഹു റമളാനിൻ്റെ പോരിശ കൊണ്ട് ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് പ്രവാസികളായ ആളുകൾ ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, സ്ഥിരത കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശമ്പളം പെൻഡിങ് ആണെന്ന് പറഞ്ഞവരുണ്ട്. ആ ശമ്പളമൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ, റബ്ബേ, പരിശുദ്ധമായ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെ അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈ പരിശുദ്ധമായ റമളാൻ മുഴുവൻ ദിവസങ്ങളിലും നോമ്പ് പിടിക്കുവാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീക്ക് നൽകണേ അല്ല. ഒരുപാട് ഉമ്മമാർ ഖത്തുമുകൾ ഓതി തുടങ്ങിയിരിക്കുകയാണ്. പല ആളുകളും ഖത്തുമുകൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ പടച്ചവനെ, ഞങ്ങൾ ഓതുന്ന ഖുർആനിൻ്റെ ഓരോ ലഫ്നിന് പകരമായും ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകണേ അല്ല. ഞങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരണേ അല്ല. പ്രശ്നങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാൻ. ഓരോ ദിവസവും ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകളാണ് ഓരോ ഉമ്മമാരും എഴുതുന്നത്, ഉപ്പമാരും എഴുതുന്നത്. ഒരുപാട് ദുആ വസിയത്തുകൾ. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ ഓരോ ദിവസവും എഴുതുന്നുണ്ടോ, ഇന്നും ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്ക് റബ്ബേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ എഴുതുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ല. ഒരുപാട് പേര് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, മറ്റുള്ളവരെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല രൂപത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഗസയിലെ, ഫലസ്തീനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ സഹോദരന്മാർ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നന്നാവാനുള്ള അവസരം ഈ റമളാനിൽ തരണേ അല്ലാ. അല്ലാഹുവേ, കഠിനമായ വെയിലാണ്, ചൂടാണ്. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ ചൂട് ഇത്രമാത്രം കട്ടിയുള്ളതാണെങ്കിൽ നരകത്തിൻ്റെ ചൂട് എത്രമാത്രം അല്ലാഹുവേ പവറുള്ളതാണ്. ഞങ്ങളെല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ കടത്തണേ അല്ലാ, സ്വർഗത്തിൽ കടത്തണേ അല്ലാ. നിന്നെ കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. മറ്റ് നമസ്കാരങ്ങൾ, സുന്നത്തായ ഫർളായ നിസ്കാരം നിർവഹിക്കുന്നു, എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ, നിന്നോട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നീ ഉത്തരം തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ആദ്യത്തെ പത്തിൽ ഞങ്ങൾ നിന്നോട് റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ മഗ്ഫിറത്തിന് രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ നരകമോചനവും സ്വർഗപ്രവേശനവും അഫൂവും ചോദിക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണയല്ലാ, മഗ്ഫിറത്ത് നൽകണയല്ലാ, നരകമോചനം തരണയല്ലാ, സ്വർഗപ്രവേശനം തരണേ റഹ്മാനെ. അല്ലാഹു, നിന്റെ റഹ്മത്ത് കിട്ടുന്ന, കാരുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല, അവസാനത്തെ പത്തിലാണെന്ന് അഭിപ്രായങ്ങളാണല്ലോ ഉള്ളത്. റഹ്മാനെ, എന്നാണോ ലൈലത്തുൽ ഖദ്ർ ഉള്ളത്, അത് റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ, ദോഷികളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ വാപ്പമാർ, ഉമ്മമാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും മിസ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കും നീ കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ ദുആയിനെ, നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തആല നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ്. ഒരുപാട് പേർക്ക് സംശയങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ, പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്. ഉസ്താദേ, അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക, അതുപോലെ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ, പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഖളാ വീട്ടാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ തറാവീഹ് നമസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ, തുടക്കം വജ്ജഹത്ത് ഓതണോ, പിന്നെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, പിന്നെ ഈ തറാവീഹിന് ശേഷം പ്രത്യേകം ദുആ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തറാവീഹ് നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല, വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക.